ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അറസ്റ്റ് ആൻഡ് വെയിറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ നറൂട്ടോൻ്റെ ഇവൻറ്റും കാര്യങ്ങളും നമ്മുടെ ഫ്രീ ഫയറിൽ സ്റ്റാർട്ട് അതുകൊണ്ട് നമ്മൾ ഫ്രീ ഫയറിൽ കയറാമെന്ന് വിചാരിച്ചു. കയറി നോക്കിയപ്പോൾ ഒരു വലിയൊരു ആനിമേഷനും കാര്യങ്ങളുമാണ്. നല്ലോണം ഫ്രീ ഫയർ പണിയെടുത്തിട്ടുണ്ട്, ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. കാരണം അമ്മാതിരി ആനിമേഷൻ കേസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്രീ ഫയറിൽ കയറി നോക്കിയപ്പോൾ എന്തോ ഒരു ഇവൻറ്റ് കേസ്. അപ്പം നമ്മുടെ ഒറോച്ചിമാറോ അല്ല എന്തോന്ന് ഹൊക്കാഗെക്കെല്ലാം മുകളിൽ തലയിൽ വെക്കണം എന്തോ ഒരു സാധനം. അപ്പം ടോപ്പപ്പ് ചെയ്യണ പരിപാടി ആയതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നൊന്നുമില്ല. ടോപ്പപ്പ് ചെയ്യണ പരിപാടിയൊന്നും നമുക്കില്ല ഗൈസ്. അപ്പോൾ വല്ലപ്പോഴാണ് ടോപ്പപ്പ് ചെയ്യണം. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഒറോച്ചിമാറോയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതൊന്ന് ഡൗൺലോഡാക്കി ഇടാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ ഇറ്റാച്ചിൻ്റെ ബണ്ടിൽ വന്ന് ഒരു ഫ്രീ സ്പിന്നുണ്ട് ഗൈസ്. ഒരു ഫ്രീ സ്പിന്ന് നോക്കി, പക്ഷെ നമുക്ക് ഗിരനെ തേച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ മറ്റേ എന്തോ ഒരു ബണ്ടിലെയോ എന്തോ ഇങ്ങനത്തെ സാധനം കണ്ടു. അപ്പോൾ നമ്മൾ നേരെ ഒറോച്ചിമാറോയിൽ പിടിച്ച് വെക്കിയത്. അപ്പം ദേണ്ട പോണു ഒരുത്തൻ, വേറെ ആരുമല്ല ഒബീറ്റ് വരുന്നു. ഒബീറ്റ് എന്തോ ഒരു സാധനം ചെയ്ത് വലിയൊരു ഉൽക്കയും കാര്യങ്ങളും കൊട്ടുവന്ന് അവിടെ ഒരു വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട് ഗൈസ്. വലിയ ബ്ലാസ്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇനി കൊള്ളാം ഗൈസ്, നല്ല സീൻ എഫക്റ്റ്. ഫ്രീ ഉണ്ട്. ഫ്രീ സ്പിൻ ഉണ്ടല്ലേ. ഫ്രീ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഒരെണ്ണം കൂടി. എൻ്റെ ആക്ടിവേറ്റോ അങ്ങനെ എന്തോ പണി. ഞാൻ ചത്ത ഇഫിറ്റാ. ആക്ടിവേറ്റ് 12. അതെന്തുവാ? അതെന്താണെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് കൃത്യം ഇതൊന്നും മനസ്സിലായിരുന്നില്ല. അപ്പോൾ നമുക്കിത് ഒരു റാങ്കൊക്കെ എല്ലാം കളിക്കണമെങ്കിൽ എനിക്ക് കൂട്ടുകാരന്മാരുടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അമ്മമാരെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ എന്തോ ഒരു വീഡിയോ ഒന്നും വേണ്ട, എന്തോ ഒരു സാധനം. ഇത് മറ്റവരല്ലേ, നറൂട്ടോയും സാസുക്കയും അവരൊക്കെ എല്ലാം. ഇവരെന്താണ് ഇവിടെ? അവർക്കെന്താ ഇവിടെ കാര്യം? ഇതെന്താണെന്ന് അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതെന്താ സാധനം എനിക്ക് പിടികിട്ടിയില്ല. ഇത് പിടികിട്ടി. ഇത് മാതൃവാച്ചികളൊക്കെ എല്ലാം അക്കാസുക്കിയിലുള്ള ആൾക്കാരല്ലേ, അത് നമുക്കറിയാം. നമ്മുടെ ഇറ്റാച്ചീൻ്റെ ബണ്ടിൽ സീനാണ്. പിന്നെ ഇറ്റാച്ചിക്ക് എഫക്റ്റ്, ഇറ്റാച്ചിക്കും മാതൃക്കും ഉള്ളു നല്ലൊരു കിടിലം പോലത്തെ എഫക്റ്റ്. ബാനർ, അവതാറ്, ഒരു കിടിലം പോലത്തെ എഫക്റ്റാണല്ലോ കേസ്. സീൻ കേസ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ എന്തോ കാണിക്കുന്നുണ്ട്. എൻ്റെ പിന്നെ ഇതൊക്കെയല്ലോ ഉണ്ടോ കേസ്. അടിയിൽ അവിടെ നമുക്ക് മറ്റേ ഇതെടുത്ത് നോക്കാം. എന്നാൽ മെയിൽ ബോക്സിൽ ഒന്നും മനത്തില്ല. ഇവൻ്റിൽ നോക്കാം. ഇതൊക്കെയല്ലേ എന്താ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ, വേറെ വല്ല. വാവ് ഗേസ്, 12 ആനിവേഴ്സറിൻ്റെ ഇതെന്തിന്? അവതാറും ബാനറും ഉണ്ടല്ലോ. പിന്നെ പാരഷൂട്ടുണ്ട്. പിന്നെന്തോ ഇത് നമ്മുടെ ഫ്രീ ഫയർ നിർത്തിപ്പോയ പ്ലേയേഴ്സിൻ്റെ തിരിച്ച് കൊണ്ടുവരാനാണല്ലേ. അത് നമ്മൾ കൊണ്ടുവരും. നമുക്കൊന്ന് ഇവൻറ്റ്സൊക്കെ തപ്പി നോക്കാം. മര്യാദക്കൊന്നും കയറിനെ തരുന്നില്ല ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇറ്റാച്ചിയും ഇതാണല്ലേ, ഒറോച്ചിമാറോണ്ടാണോ ഫ്രീ ആയിട്ട് കൊടുക്കണം? അതും 10 ടോക്കണം, മറ്റേ ഒബീറ്റോൻ്റെ ടോക്കണം. അത്യാവശ്യം നല്ലതാണ് കേസ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ കുത്തിയിരുന്ന് കളിക്കേണ്ട ഒരു ഇതെടുക്കാൻ. ഒറോച്ചിമാറോൻ്റെ ബാനറുണ്ട്. നമുക്ക് നല്ല ഇതെന്തുവാ? ഇതിങ്ങനെ പറന്ന് കിടക്കാം അല്ലേ. ഞാൻ ഇത് കണ്ടായിരുന്നു കേസ്. ഇത് ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടു കേസ്. അപ്പോൾ നമുക്കിത് കിട്ടുമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. അടിപൊളി ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഗരേന നല്ലോണം പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല എഫക്റ്റും കാര്യങ്ങളും ഉണ്ട്. ഇത് നോക്കുവാണെങ്കിൽ പബ്ജിനെക്കാട്ടും നല്ലതാണല്ലോ ഇപ്പോൾ ഫ്രീ ഫയറിൻ്റെ പേര് മാറ്റിയായിരുന്നു. ഇപ്പോൾ ഫ്രീ ഫയർ എക്സ് നറൂട്ടോ എന്നാണ് കൊടുത്തിരിക്കണം. അങ്ങനെ എന്തോ ആണ് കൊടുത്തിരിക്കണം.
ഫ്രീ ഫയർ കൊളാബ്ഡ് നറൂട്ടോ. നമുക്ക് വേറെ ഇതൊക്കെ വേറെ 9 മിനിറ്റ് VR നിൽക്കണം, എന്നാലേ ഉള്ളൂ 20 ടോക്കൺ കിട്ടത്തുള്ളൂ. എനിക്കിപ്പോൾ 5 ടോക്കണേ ഉള്ളു. നല്ല നല്ല ഇതെന്ത് ക്ലെയിം ഇത് വന്നാ? ഈ ക്യാരക്ടർ വന്നല്ലേ, ക്ലെയിം ചെയ്തേക്കാം. അയ്യോ, ഞാൻ ആ ക്യാരക്ടർ ഇട്ട് കളിക്കായിരുന്നു. വേണോ കേസ്? ഇത് വേണ്ടതുമില്ല. നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ലൊരു ക്യാരക്ടറില്ലേ, നല്ലൊരു ക്യാരക്ടർ ഉള്ള സമയത്ത് ആ ക്യാരക്ടേഴ്സൊക്കെ അല്ലേ എന്തിനാ? നമുക്കല്ലെങ്കിൽ ഈ റെഡ് ബാൻഡ് അല്ലാതെ വേറെ വല്ല ബാൻഡ് കൊണ്ടുവന്നെങ്കിൽ കൊള്ളായിരുന്നു. വേറെ ഒരു കുന്തവും ഇല്ല. BRനെയൊക്കെല്ലാം ഇത് മാറ്റിയിട്ടുണ്ട്. സ്ക്വിഡ് ഗെയിം പോയില്ലേ? ഞാൻ ചോദിച്ചത് സ്ക്വിഡ് ഗെയിമൊക്കെ എല്ലാം പോയെന്ന്. ഗരേനെ ഒഴിവാക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഗരേനെ ഒഴിവാക്കിയത്തില്ല, അപ്പോൾ അടിയിലുണ്ട്. സിംഗിൾ സ്പിന്നിന് 20 രൂപ അല്ല 20 ഡയമണ്ട്. നമ്മുടെ എടാ ഇത് സീൻ ആനിമേഷനോടാ. നോടെ ഇവിടെ സീന് ഫ്രീ ഫയർ നല്ലോണം പൊട്ടിച്ചിട്ടുണ്ട് പൈസ. ഇത് കണ്ടാൽ പിടികിട്ടും, നല്ല ആനിമേഷൻ ഉണ്ട്. പിന്നെ ഗസ് സീന് ഗസ് അടിപൊളി ഒരു എഫക്റ്റും കാര്യങ്ങളുമാണ് ഗിരേനെ കൊണ്ടുവന്നിരിക്കണം. സീനെന്ന് പറഞ്ഞാൽ പക്ക സീന് കണ്ടോ. മറ്റേ നമ്മുടെ ഒരുത്തൻ വാളെടുത്ത് വീശണം, മറ്റേ മാതൃകേൻ്റെ അറിവാണ്. നറൂട്ടോനെ 9 ടൈൽ പോലത്തെ ഏതോ ഇട്ടിരിക്കുന്നു. ടൈലല്ലേ, ഏതോ ഒരാൾ. ഇത് നല്ല പൈസ പൊട്ടിക്കേണ്ടി വരും ഇതൊക്കെ എല്ലാം എടുക്കാൻ. മറ്റേ ഇവൻ്റൊക്കെ എല്ലാം ഉണ്ടല്ലേ. ഞാൻ ചോദിച്ചാൽ ആ ഇവൻ്റൊന്നും എടുക്കാൻ പറ്റില്ലെന്ന്. പിന്നെ എൻ്റെ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും കയറുക. ലെവൽ 2 പഠിപ്പിക്കണം ഗൈസ്, പ്ലീസ് ഗൈസ്. ഞാൻ സിൽവർ ഫ്ലാഗ് ഇരുന്നിരിക്കും. ഇവിടെ ഇതെന്ത് ഇമോട്ടാണ്? ഈ ചാത്തൻ ഇമോട്ടുകൾ ഗൈസ്, ഇത് കാശിനും കൊള്ളില്ല. ഈ ഡ്രസ്സ് കൊള്ളാലോ, എൻ്റെ അടിപൊളി. ഹെയർ അടുത്ത് മറ്റേൻ്റെ പോലെ ഉണ്ട്. തല കണ്ടിട്ട് അവൻ്റെ മറ്റേനില്ലേ തല കണ്ടിട്ട് നമ്മുടെ സാസുകേൻ്റെ പോലെയുണ്ട്. ഏകദേശം ഒരു കട്ട് വരും. നല്ലെന്നും എനിക്ക് ഇതാട്ടോ ഇഷ്ടപ്പെട്ട, നല്ല രസമുണ്ട്. ഭയങ്കര വലിയ എഫക്റ്റാണ്. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ എടുക്കണം. എൻ്റെ നറൂട്ടോൻ്റെ കയ്യിൽ വന്ന മറ്റേ തവളേനെ കണ്ട് നല്ലത് ഇതാണ്. അപ്പം ഭയങ്കര എഫക്റ്റുണ്ട്. നമ്മുടെ ഒബീറ്റോടെ മാസ്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അറിഞ്ഞൂടെ. നല്ല 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 കിഡ്സ് സ്കിന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതെന്തോ ശരിങ്കൻ്റെ ഒരു സാധനം. ഇതെന്തോ കേസ് എനിക്ക് പിടിയിട്ടില്ല. കമൻറ്റ് ചെയ്യുക കേസ് എന്തുവന്ന്. നമുക്ക് നമ്മുടെ ഇതിൽ വല്ല പ്രത്യേകമൊന്നുമില്ല, നോർമൽ തന്നെയാണ് കേസ്. നമുക്ക് മാപ്പ് പോയില്ല. ഞാൻ വിചാരിച്ച് സോളാറ മാപ്പൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞില്ല. സോളാറ മാപ്പ് എടുത്ത് കളഞ്ഞാലാണ് ഫ്രീഫയറിൻ്റെ ആ കാര്യം അങ്ങോട്ടങ്ങ് തീരും. ഞാൻ ഫ്രീഫയറിൽ എത്തിക്കൊണ്ട് പോകും കേസ്. ചിലപ്പോൾ ഫ്രീഫയറിൽ എത്തും. സോളാറ മാപ്പ് ഒരു അത്യാവശ്യം നല്ലൊരു മാപ്പാണ്. 50 ഡയമണ്ടൊക്കെ എല്ലാം കിട്ടുമല്ലേ മറ്റേ ഈവൻറ്റിൽ. 50 ഡയമണ്ട് കൊള്ളാം. നമുക്ക് കളിയിലോട്ടേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഡ്രസ്സേഷൻ. അവിടെ ഇതെന്ത് സാധനം എന്തോ കണ്ടല്ലോ ഞാൻ. ഇതെന്ത് ബണ്ടിൽസിൻ്റെ, ഇതെൻ്റെ കയ്യിലുള്ള ബണ്ടിലല്ലേ, ഇടാൻ പറ്റുമോ? എൻ്റെ ക്യാരക്ടർ എൻ്റെ കയ്യിലില്ലല്ലേ. ഞാൻ അന്ന് ദിവസം ക്യാരക്ടർ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാനപ്പോൾ മേടിച്ചതാണ്. ഈ ബണ്ടിൽ നല്ലൊരു ബണ്ടിലാണ്. ഇതുപോലെ ബണ്ടിൽസ് ക്ലെയിം ചെയ്യാൻ വെക്കാൻ പറ്റില്ലേ? നൈസ്. ഇതിൻ്റെയൊക്കെ എല്ലാം ഇത് മാറ്റി, കളർ മാറ്റി, ഡിസൈൻ മാറ്റി. നമുക്ക് കളിയിലോട്ടേക്ക് കടക്കാം. ആദ്യം വല്ല ഇവൻറ്റ്സ് വല്ലതും ഉണ്ടോ മര്യാദക്കൊരു വേണ്ടിയില്ല. അപ്പോൾ നമുക്കിന്നാൽ കളിയിലേക്ക് കിടക്കാം. ബണ്ടിൽസ് നമ്മുടെ കൂട്ടുകാരൻ ഒളിച്ചു
കഴിച്ചു നമ്മുടെ കുറച്ച് നല്ല ഫുൾ ബണ്ടിൽസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് വീഡിയോ എടുക്കുമല്ലോ ഞാൻ അവൻ്റെ അടുത്ത് വരാം കേട്ടോ. മറ്റേതൊക്കെ ലാസ്റ്റ് നമുക്കിനി ഒരു ഫുള്ളായിട്ട് കിട്ടണമല്ലേ, ഒരു 10 ടോക്കൺ കിട്ടാൻ. അപ്പം നമുക്ക് കളിയിലോട്ടേക്ക് കിടക്കാമല്ലേ കേസ്? ഓക്കെ, കളിയിലോട്ട് കിടക്കാം. ആദ്യം മെനയുള്ളൊരു ഡ്രസ്സ് ഇടാം, ഒരു നല്ലൊരു ഷർട്ട്, പിന്നെ ഒരു നല്ല പാൻറ്, നല്ലൊരു ഷൂ, പിന്നെ നല്ലൊരു മാസ്ക്, അല്ല ഹെയർ ആദ്യം വെക്കാനത് മാസ്ക്. ഓക്കെ, നമുക്കിപ്പോൾ കളിയിലോട്ടേക്ക് കിടക്കാം ഗീസ്. ഇങ്ങനെ നമുക്കെന്നാൽ ഗീസ് വേന്ന് കളിയിലോട്ടേക്ക് കിടക്കാം. നമ്മൾ വല്ലോ ഫ്രണ്ട്സ് വല്ലവരും ഉണ്ടോ? ഓ എടാ, ഇതെന്താണ് ഗണ്ണൊക്കെ ഇങ്ങനെ ഓടിച്ചിരിക്കുന്നത്? ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഗരനെ പോലെ പറ്റിയ അവത്താണോ? ഗണ്ണൊക്കെ എല്ലാം വേറെ ഇത്. അപ്പോൾ ഗിൽഡിൽ കയറാനുള്ള താല്പര്യമുള്ള ആൾക്കാർ കയറുക. ഓക്കെ, നമുക്കെന്നാൽ കളി സ്റ്റാർട്ട് ചെയ്യല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ ഫ്രീ ഫയറിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമിത്ത് ഓൺലൈനിലുണ്ട്. അപ്പം നമിത്തിൻ്റെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ പേര് പറയില്ലെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവൻ്റെയും കൂടെ വിളിച്ചിട്ടുണ്ട്. അവൻ വരുമെന്ന് തോന്നുന്നു ഗൈസ്. ആ നമിത്തും വേറെ ഇതിലാണ് ഗണ്ണ് പിടിച്ചിരിക്കണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ഗണ്ണെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെ കൂട്ടത്തിൽ BR കളിക്കാൻ പോകണം. എന്നിട്ട് BR കളിച്ച് കഴിഞ്ഞ് ഒരു CS കൂടെ കളിക്കാം. നമുക്ക് വെറ്ററിന് എന്തോ കിട്ടിയില്ല. ഇതെന്തോ എന്തോ സ്റ്റാർട്ടായോ? ഓക്കെ, BR ആണ് ഗൈസ് നമ്മൾ കളിച്ചിരിക്കുന്നത്. ഓ എടാ, ഇത് മറ്റേ സ്ഥലം. ഇവിടെ എന്തോ നമ്മൾ മുമ്പ് കണ്ടില്ലെന്ന് ഒരു ഉൽക്ക വീരണം. എനിക്ക് ഈ കാക്കേനെയാണോ കിട്ടിയത്? BRന് എഴുത്താൻമുസറിൻ്റെ പോലെ ഇരിക്കണം. അത് കാക്കയായിരുന്നല്ലേ? എടാ, ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റൂലേ? എന്താ ഇങ്ങോട്ട് പോയില്ലെന്ന് പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മൾ കളിക്കാനേരത്ത് ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഫ്രീ ഫയർ എടുത്തിട്ട് കാര്യമില്ല. ഈ ഭാഗമൊക്കെ എല്ലാം പോയിരിക്കണം. പിന്നെ എന്തിനാ ഇവരെ ഉണ്ടാക്കിയത്? എന്തായാലും മാപ്പിൽ വന്നാലേ. ഓ ഇതെന്ത് സാധനം? ഇത് പ്ലെയിനാണോ? ഓ ഇത് മറ്റേ മാതിറേൻ്റെ അക്കാസുക്കിലുള്ള ഏതോ ഒരുത്തൻ്റെ പെറ്റാണ്. ഒരു സീൻ പ്ലെയിന്. ഇതെന്തോ കേസ്? നമ്മുടെ സൈഡിലെന്തോ 34 എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയറല്ല. റീജിയണോ അങ്ങനെ എന്തോ കാണിക്കും. ഓ ആ വെസ്റ്റ് അവൻ റീജിയണിലാണല്ലേ? അവൻ റീജിയണിലാണ്. അതാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ റീജിയൻ. അവൻ റീജിയനാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഓ നമുക്ക് എന്ന് വല്ല ഗണ്ണെടുക്കാം. അയ്യോ ഇനി അടിച്ചടിച്ച് ചത്ത്. ഓ ചത്തെന്ന് പറഞ്ഞല്ലേ, ചത്ത്. എന്തായാലും സെൽഫ് റിവൈവ് ഉണ്ട്. അതെന്താണെന്ന് അറിഞ്ഞുകൂടെ. സെൽഫ് റിവൈവ് ഫ്രീ ഫയർ കൊടുത്തായിരിക്കും. എന്തായാലും ഒരു നല്ല തീരുമാനം വേണമല്ലോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. എന്ത് വേണേ, ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ലേ? അവിടെ എനിമി ഉണ്ട് കേട്ടോ. അവിടെ എനിമി ഉണ്ട്. നമ്മൾ ഓടിക്കും. അവിടേക്കിന് എനിമീസുണ്ട്. നമുക്ക് വേറെ പല്ലോട് കിട്ടി. ചത്ത്. ചാകല്. ഒരടി കിട്ടിയാൽ മതി. ഓ ഇതെന്താണ് ഗൈസ്? ഒരടി കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ചാണ്. ഓ നമുക്കിനി ഇവൻ്റെ കളികൾ കാണാം. ഇതെന്തൊക്കെ സ്നാറൂട്ടിൻ്റെ ഒരു സാധനം അടിയിൽ. നമുക്ക് എല്ലാത്തിനെയും നോക്കാം. എൻ്റെ വേറൊരു കൂട്ടുകാരൻ ഇതെനിക്കറിഞ്ഞൂടാ. ഇതെൻ്റെ വേറൊരു കൂട്ടുകാരൻ ഗൈസ്. ഇവൻ്റെ പേരും കാര്യങ്ങളും പറയില്ലെന്നാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറയാത്ത. എൻ്റെ പേര് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. പേര് കിട്ടിയത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ ഗൈസ്? ഒരു സ്പെഷ്യൽ ഗെയിമറാണ് ഇയാൾ. എൻ്റെ അക്കൗണ്ട് ആരുടെ എന്ന് ഞാൻ പറയാം.
ഇതൊരു സ്പെഷ്യൽ ആളെൻ്റെ ആണ്. ആളൊരു യൂട്യൂബറാണ്. ഓക്കെ, നമുക്കെന്നാൽ ഇവൻ്റെ കളി കാണും ഗൈസ്. ഓ, സ്ക്വാഡ് വൈപ്പൊക്കെ അല്ലേ? ഓ, എൻ്റെ ആറായെന്ന് തോന്നുന്നു. ഇതെന്തോ കാണിച്ച എന്തുവാ കിസെന്തുവാ കിസെന്തോ കേസ് പോയത്? എനിക്ക് മര്യാദക്ക് മനസ്സിലായില്ല. എന്തോ സാധനം അങ്ങോട്ട് പോയി. ഓ, നമ്മളുടെ റിവൈവ് ചെയ്ത് വിട്ട്. ഇനി നമുക്ക് കളിക്കാൻ കേസ്. നമുക്ക് പീക്കിലോട്ടേക്കോ വല്ലയിടത്തും ഇറങ്ങാം. അതാകുമ്പോൾ അത്യാവശ്യം ലൂട്ട് കിട്ടും. എനിമീസും ചറകണക്ക് കാണും. എൻ്റെ പീക്കിലോട്ടേക്ക് എത്തുമെന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ പീക്കിലോട്ടേക്കൊന്നും എത്തത്തില്ല. ഇവിടെയുള്ള കുറച്ച് ഗൺസൊക്കെല്ലാം പെറുക്കി നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം നടന്നു ഗൈസ്. ഓ, ഇതെന്തുവാ? ഈ അക്കാസുക്കിൻ്റെ ഈ പടയില്ലേ, ആ പടമാണ് ഇത്. എൻ്റെ ഈ ഗൺ സ്കിന്നിന് നിങ്ങളത് കണ്ട ഗൈസിൻ്റെ ഗൺ സ്കിന്നിന് സെയിം കളർ. അതുകൊണ്ട് ഇത് നറൂട്ടോൻ്റെ ചാപ്റ്ററിൽ വന്ന ഗൺ സ്കിന്നാണ്. പക്ഷേ ചില പ്ലേയേഴ്സ് അത് എടുത്തിട്ടുള്ളൂ ഗൈസ്. കാരണം ഇത് 2 വർഷം മുമ്പാണ് വന്നത്. അതുകൊണ്ട് കുറച്ച് പ്ലേയേഴ്സിൻ്റെ അടിക്കേ കാണത്തുള്ളൂ. ആ പ്ലേയേഴ്സ് ഒരു നല്ലൊരു ലക്കി പ്ലേയേഴ്സാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നറൂട്ടോൻ്റെ ഇവനും കൂടെ കംപ്ലീറ്റ് ചെയ്ത സെറ്റ്. നറൂട്ടോയിലല്ല, മാദ്ര എന്നും പറഞ്ഞാണ് അതിൻ്റെ പേര് ഗൈസ്. ടീം മാദ്ര എന്നാണ് പേര്. നറൂട്ടോന്ന് ചുമ്മാ കൊടുത്താണ്. നറൂട്ടോൻ്റെ ഒരു ആനിമി എന്നാണ് അർത്ഥം. പക്ഷേ മാദ്ര എന്നാണ് പേര് കൊടുത്തിരുന്നത്. നമുക്ക് ഈ റിവൈവിൻ്റെ ഇവിടെ മറ്റേതല്ലേ, ഇവിടെ എനിമിയില്ല. ഇത് മറ്റേ സ്ഥലം, മറ്റേ മുമ്പ് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ നറൂട്ടോ വന്ന സമയം. നമുക്ക് നല്ല കുറച്ച് ലൂട്ട് എടുക്കണം. MP40 കിട്ടുവാണെങ്കിൽ കൊള്ളാം. ഇല്ലെങ്കിൽ മാക്ടനോ MP40യോ, ഇല്ലെങ്കിൽ വല്ല M4 അങ്ങനെ വല്ലയിടത്തോ കിട്ടുവാന്ന് നല്ലതാണ്. ഇല്ലെങ്കിൽ MP5 SVDS. ഇതെന്ത്? ഗൈസ്, നമ്മൾ ഈ കോയിൻ എടുത്താൽ മതി. നമ്മുടെ ഇവിടെ ഇതാകും. ഓക്കെ, നമുക്ക് വല്ലതും പോയി മേടിക്കണം. ഇവിടെ അയ്യോ എൻ്റെ പൊന്നെ, ചത്തില്ല ഭാഗ്യം. അവിടെ ആരോ കൊണ്ടുവന്ന് ലാൻഡ്മൈൻ ഇട്ട് ചാകാത്ത ഭാഗ്യം കേട്ടാ. നമിത്തിന് ഒട്ടും ലൈഫില്ലേ, അവൻ ചത്ത്. നമുക്കെന്നാൽ ഇവിടുന്ന് പോകുക. ഇവിടെ ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ല. അവിടെ എന്തോ ഉണ്ടല്ലോ, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വല്ല സ്പെഷ്യൽ സാധനം കിട്ടുവാണെങ്കിൽ കൊള്ളാം. ഇവിടെ എന്തോ ഉണ്ടല്ലോ, MP5 ഉണ്ട്, SVD ഉണ്ട്. മുമ്പ് പറഞ്ഞതേ ഉള്ളു. MP5 SVD കുറച്ചും കൂടെ കഴിയട്ടെ. എന്തോ എനിക്ക് കിട്ടിയ എടാ, മറ്റേ പക്ഷീൻ്റെ അത് കിട്ടി. നമുക്കിൻ്റെ മണ്ട കയറി നോക്കാം. പക്ഷീൻ്റെ മറ്റേ സാധനം കിട്ടി. നോക്കണം, വല്ല എനിമീസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന. അതൊന്നും ഉപയോഗിച്ച് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. കണ്ട, എനിമീസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് പൊട്ടിക്കണമായിരിക്കും. അപ്പം നമുക്ക് അത് പോയോ. അപ്പം ഇത് നമുക്ക് നല്ലൊരു വെപ്പണായിട്ട് ഉപയോഗിക്കാം. 5 ഇൻഹേലർ ഉണ്ടല്ലേ, ഇൻഹേലർ ഇതിടാൻ പറ്റൂലേ? അതിൽ അത് വന്നില്ല. അപ്പം എനിക്കൊന്ന് ഓണം ആകുമ്പോൾ നമ്മുടെ ഫ്രീ ഫയർ നല്ലോണം സ്പെഷ്യൽ രീതിയിൽ അത്യാവശ്യം അപ്ഡേറ്റ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലത്തെ വീഡിയോസ് ഇടാത്തതെന്ന് വെച്ചാൽ എത്രയെന്നും പറഞ്ഞ ദിവസം ഒരു ഫുൾ വീഡിയോ ഒക്കെ എല്ലാം കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യണം.
ഇതിപ്പോൾ ഒരു ഈ വീഡിയോ എത്രയെന്ന് വെച്ചാൽ 32 മിനിറ്റ് 1 സെക്കൻഡ് 6 മില്ലി സെക്കൻഡ്. അത്രയും മിനിറ്റ് ഇന്ന് ചെയ്യേണ്ടതായിരുന്നു. 10 മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ. അപ്പോൾ ഓടിച്ചോടിച്ച് അത്രയും വരെ ആക്കണം. പിന്നെ ഒരു CS കളിക്കണം. അപ്പോൾ നമുക്ക് മുമ്പ് കുറച്ച് എവിടുന്ന് ഒരു അടി കിട്ടി. പിന്നെ മറ്റേ പക്ഷി വരാറേ. നമ്മുടെ ടീമിൻ്റെ കയ്യിലും ചത്തല്ലേ. ബംഗാളി എന്തോ വിളിച്ചു പറയുന്നുണ്ട്. ബംഗാളി എന്തൊക്കെയോ പറയട്ടെ. പക്ഷി വന്നു പക്ഷീൻ്റെ ഒക്കെ ഉണ്ടോ. എനിമീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. പക്ഷിയല്ലേ ഇത്, പരുന്തല്ലേ. ആ പക്ഷി വരുന്നൊന്നുമില്ലേ. ഇവിടെ വന്നു. ഞാൻ വിചാരിച്ചാൽ അവിടെ പോയിരിക്കണം. നമുക്കെന്നാൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ വേറെ വല്ലയിടത്തോ പോയി നോക്കേണ്ട വരും. ഇവിടെ എനിമീസ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണോ? അവിടെ എൻ്റെ ടീമിൻ്റെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ചാകും ഗൈസ്. ടീമേറ്റ് എന്തായാലും ചാകും. അയ്യോ കണ്ണു മാറിപ്പോയി. MP40 ഉണ്ട്. MP5 ഇട്. എടാ പുറകിന്നും ഫ്രണ്ടിന്നും അടി കിട്ടിയ നമുക്ക്. അയ്യോ ഇവിടെ ഇങ്ങോട്ട് വരല്ലേ. ചത്ത്. എന്തായാലും ആ കളി പോയി. ഇനി നമുക്ക് എന്തായാലും CS എടുക്കാം. നമ്മൾ പ്ലാറ്റിനം 5th ആയി. എപ്പോൾ 5th ആയി ഞാൻ അറിഞ്ഞു പോലുമില്ല. 5th ഞാൻ മാറ്റി. ഓക്കെ നമുക്കൊരു 239 കോയിൻസ്. എൻ്റെ പൊന്നോ. നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലല്ലോ. ഫ്രീ ആയിട്ടൊന്നും കൊടുക്കില്ല. നമുക്കിത് ക്ലെയിം ചെയ്യാം. നൈസ്. ഓക്കെ നമുക്ക് എന്തായാലും CS സ്റ്റാർട്ട് ചെയ്ത് ഈ വീഡിയോ അവസാനിപ്പിക്കാം. CS സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കട്ടാൻ മേടിക്കാമല്ലേ. ഇത് വെച്ചിട്ടാണ് ഇതെന്ത് കേസ് ഒരു വെടിവെച്ച ഒരു ആരോൻ്റെ മുട്ടാണ്. അത് വെച്ചായിരിക്കും ചിലപ്പോൾ അവനെന്നെ കൊന്നത്. അതുകൊണ്ടായിരിക്കും. നമുക്ക് കട്ടാനെടുത്ത് പിടിക്കാം. ഓക്കെ അവൻ പോയാ. അയ്യോ എൻ്റെ വിളിക്കട്ടെ. ഒരു സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കളിയിലോട്ട് പോകാം. ഇറ്റാച്ചി നമുക്ക് മറ്റേ ഇവൻ വരുന്നുണ്ടല്ലേ. അവൻ്റെ പേരെന്തുവാ? മറ്റേ ബീറ്റോൻ്റെ മാസ്ക് സ്റ്റാർട്ടായ. നമ്മൾ കളിക്കാൻ പോവുകയാണ് CS. ഈ ഒരു ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്തത് അല്ല, ഈ നമ്മുടെ നറൂട്ടോൻ്റെ ഫ്രീ ഫയർ വന്നതിന് ശേഷം എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു ഇതുപോലെ. എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എഫക്റ്റ് പോലെ അടിപൊളി രീതിയിൽ നല്ലോണം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീ ഫയർ നിർത്തി പോകാൻ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അവരൊക്കെയെല്ലാം പറയും PUBG സീനാണ്. അവരൊക്കെയെല്ലാം PUBGയിലോട്ട് പോയി. ചത്ത. ഞാൻ PUBGയിലോട്ട് പോയിട്ട് അവർ പറയും PUBG നല്ല എഫക്റ്റിംഗ് ഉള്ള ഗെയിമാണ്, ഭയങ്കര ക്ലാരിറ്റിയാണ്, മറ്റേതാണ് തേങ്ങയാണ്, അതൊക്കെയെല്ലാം അവർ പറയും. പക്ഷെ അവർ ഈ ഒരു ഗ്രാഫിക്സൊക്കെ എല്ലാം ഉള്ള ഗെയിം ഈ പാവങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അല്ലാതെ PUBGനെ പോലെ 1200 MB പൊട്ടിച്ച് മണ്ടന്മാരല്ല നമ്മൾ. MBക്കൊക്കെല്ലാം വേണമെങ്കിൽ പൈസ കൊടുക്കണം. അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമൊന്നുമില്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഫ്രീ ഫയറിൽ പ്രൈം ലെവൽ 6 ആക്കാൻ പറ്റും. അത്രയും മാസമാകുമ്പോൾ നമുക്ക് അപ്പം നമുക്ക് അതിനെക്കാട്ടും നല്ലത് ഫ്രീ ഫയർ കളിക്കണമല്ലേ. ഫ്രീ ഫയർ കളിപ്പിക്കാൻ സമ്മതിപ്പിക്കാത്ത കുറച്ച് പേരൻസ് ഉണ്ട്. അവർ എൻ്റെ കുഴപ്പമല്ല ഫ്രീ ഫയർ കളിക്കാത്ത. അപ്പം ഫ്രീ ഫയർ മാക്സിമം എല്ലാവരും കളിക്കുക. നല്ലൊരു ഗെയിമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കളിക്കാൻ പറ്റും. പക്ഷേ
എല്ലാ സാഹചര്യവും ഉണ്ട്. സമ്മതിക്കും, ഫോണുണ്ട്, ഇതുണ്ട്. പക്ഷെ ഫ്രീ ഫയർ വേണ്ട, ഞാൻ പബ്ജി പ്ലെയറാണ് അങ്ങനെ പറഞ്ഞിരിക്കുകയില്ല. ഇന്ന് ഫ്രീ ഫയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്ക്, ഇഷ്ടപ്പെടും. അപ്പം അമ്മക്ക് എന്തായാലും തോംസൺ എടുക്കാം. അല്ല തോംസൺ വേണ്ട, ഇവനെടുക്കാം. എൻ്റെ ഈ ഒരു കണ്ണിൻ്റെ എടുക്കാം. എന്തോ ത്രോണോ അങ്ങനെ എന്തോ പേര്. അപ്പം ഇതിൻ്റെ എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ കളിക്കാൻ എൻ്റെ കൂടെ ഈ കളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒരുമിച്ച് കളിക്കാം. അപ്പം ഒരു 32 മിനിറ്റേ ഉള്ളൂ ഗൈസ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. 32 മിനിറ്റേ ഉള്ളൂ ഞാൻ വെച്ചിട്ടുള്ളൂ. 1.5 മണിക്കൂറിൽ വീഡിയോ ഒന്നും അല്ല. അപ്പം നമുക്ക് ഒരു എനിമീൻ്റെ തപ്പാൻ ഗൈസ്. ഒരു എനിമി തപ്പ. അവിടെ എനിമിയുണ്ട് കേട്ടോ, അവിടെ എനിമിയുണ്ട്. അവിടെ ഒരുത്തനും കാണും, ഒരുത്തൻ കുത്ത്. ഓക്കെ സെറ്റ്. എടാ മറ്റേ ചത്തല്ലേ? ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ ചത്ത്. അപ്പം ഞാനടിച്ച് ഫിനിഷ് ചെയ്ത്. ഇങ്ങനെ രണ്ടാമത്തെ റൗണ്ട് മാട്ടൺ എടുക്കാമല്ലേ? മാട്ടൺ ഇല്ലെങ്കിൽ MP40 എടുക്കാറുണ്ടല്ലോ. MP40 എടുത്ത് കുത്തിപ്പിടിച്ച് കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലാൻ ഗൈസ്. അടുത്ത കളി എന്തായാലും മാട്ടൺ എടുക്കാം. ഈ കളി ഒന്ന് MP40 വെച്ച് കളിച്ച് നോക്കാം. ഞാനെന്ത് വരുന്നത് ഈ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഫുൾ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ സമയമില്ല, പിന്നെ എഡിറ്റിങ്, പിന്നെ മര്യാദക്ക് വ്യൂസും ഇല്ല. വ്യൂസൊക്കെ എല്ലാം നല്ലോണം ഉണ്ടെങ്കിൽ എനിക്ക് ഇടാൻ പറ്റും. വ്യൂസൊന്നും കുറച്ചേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഇടാത്തത്. വീഡിയോസ് ഇട്ടിട്ടും കാര്യമില്ല. വല്ല 3 or 2 അല്ലെങ്കിൽ 30 ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു 100 അത്രയ്ക്കാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ലത് കാണാൻ ഭംഗിയുണ്ടായിരിക്കും. 1-2 വ്യൂസ് വരുമ്പോൾ എനിക്ക് വീഡിയോസ് ഇടാൻ അങ്ങനെ തോന്നിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എല്ലാം ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ. ഇത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് അടുത്ത് വരും. ഓക്കെ, നമുക്കെന്തായാലും XM8 വെച്ച് കളിക്കാം. കുറേ നാളെ ഒന്ന് XM8 വെച്ച് കളിച്ചിട്ട് അപ്പം എന്തായാലും ഒരു കില്ലെങ്കിലും എടുക്കണം. നല്ലൊരു കില്ലെങ്കിലും എടുക്കണം. ഓക്കെ, നമുക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു 4 വയസ്സ് 4-5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അതിൽ ഈ മറ്റേ ഫ്രീ ഫയറിൻ്റെ പേര് ഞാൻ കേട്ടത്. എൻ്റെ ചേട്ടനാണ് വന്ന് പറഞ്ഞ. അപ്പം ചേട്ടൻ പറഞ്ഞതിന് പിന്നെ എനിക്ക് അത് കളിക്കണമെന്ന് ജ്വരം ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ തുടങ്ങിയൊക്കെ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ അവൻ റിവൈവ് ചെയ്തിട്ടുണ്ട്. കൊടുക്കും. അഞ്ചത്ത്. ഓക്കെ, അങ്ങനെ അവനും ചത്ത്. ഇനി നമുക്ക് ഒരുത്തനും കൂടെ നോക്കണം. ഒരുത്തനും കൂടെയുള്ളു. അവൻ്റെയും കൂടെ കാര്യം ഫിനിഷ് ചെയ്ത ഓക്കെ, ഫിനിഷ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഫിനിഷായി. നമുക്ക് ഇനി നേരെ ഒരു കളിയും കൂടെ കഴിഞ്ഞാൽ ഈ വീഡിയോ അവസാനിപ്പിക്കും. കാരണം ഫോണിനൊന്നും ചാർജില്ല ഗൈസ്. ഇത് 2-3% ഉള്ളൂ. അത് സ്വിച്ച് ഓഫ് ആകാറായി. അപ്പോൾ സ്വിച്ച് ഓഫ് ആകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഈ വീഡിയോ തീർക്കും. അപ്പം ഇപ്പം 12% ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് 12 കഴിഞ്ഞ 11 ഓക്കെ. അപ്പം വേഗം തീർക്കാം. ഓക്കെ, നമുക്ക് വേഗം എനിമീസിൻ്റെ കാര്യങ്ങളടിച്ച് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരുത്തൻ ലോങ്ങിലുള്ള ഒരുത്തൻ പിടിച്ച് അവിടെ അവൻ പോയാ. അവിടെ ഒരുത്തനുണ്ടായിരുന്നു ഇത്രയും നേരം. ലോങ്ങിലുള്ള അവൻ്റെ ഫിനിഷ് ചെയ്യാൻ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത അവൻ പോയാ. അവൻ അവിടെ നിന്ന് ഫിനിഷായി.
ഇത് അവൻ്റെ എൻ്റെ പൊന്നു ഫുള്ള് റേഞ്ച് ഫുൾ അടിയിൽ റെഡ് ഉണ്ട്. നമുക്കിന്ന് ഈ ഒരു കളിയും കൂടെ കളിക്കണം, ഈ ഒരു കളിയും കൂടെ എടുക്കണം. എനിമീസിനെ കാണുമ്പോൾ അങ്ങോട്ടങ്ങ് അടിച്ചിടുക. ഒറ്റ എനിമിയുള്ളേ ഫിനിഷ് ആവേ അവൻ്റെ കൊല്ലാറായേ. ഓക്കെ ഗൈസ്, ബുയ. ഓ ഗൈസ്, ബൂയക്ക് വരെ എഫക്റ്റ്. ഏതാണ് ബൂയക്ക് വരെ നല്ല കിടില എഫക്റ്റ്. അങ്ങനെ ഹീറോയ്ക്ക് 4 സ്റ്റാർ ആവുകയും നമ്മൾ ഹീറോയ്ക്ക് കഴിഞ്ഞ് ഇനിയും പോകണം. അയ്യോ, അദ്വൈത് വിളിക്കണം ഗൈസ്. സോറി അദ്വൈത്, ഞാനന്ന് പോകാറായിരുന്നു. നിൽക്കുക ഫോണിൽ ചാർജില്ല, അതുകൊണ്ട് നമ്മൾ അദ്വൈതിൻ്റെ വിട വാങ്ങി പോകുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ പോവാടാ, ബൈഡാ. നമ്മൾ പോകുകയാണ്. എന്തോ 100 കോയിൻസ് ഉണ്ടോ? ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും ലെങ്തായി പോയേനെ. അപ്പം ചാർജില്ല, കുത്തിയിട്ട് ഞാൻ രാത്രി കയറും. അതുകൊണ്ട് നമസ്തേ പറഞ്ഞ് നമുക്ക് ഇറങ്ങാം ഗൈസ്. നമുക്ക് ഇന്നലെ ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നമുക്കെന്തോ കിട്ടി. ത്രോവുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ഇടുക ഗൈസ്. ഇത്രയുള്ളൂ. ബൈ, താങ്ക്സ്.